കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലയിലെ പ്രമുഖ നേതാക്കളെ കരിവാരിത്തേക്കാൻ ഇഡി ശ്രമിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കരുവന്നൂർ കേസിൽ പാർട്ടിയെ പ്രതിയാക്കി ഇഡി കുറ്റപത്രം നൽകിയതിനെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ പ്രധാന നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും ഇഡി മാപ്പ് സാക്ഷിയാക്കി. ബാങ്കിനെ സംരക്ഷിക്കാനാണോ പാർട്ടിയെ കടന്നാക്രമിക്കാനാണോ ഇഡി ഉദ്ദേശിക്കുന്നതെന്ന് എം.വി. ഗോവിന്ദൻ ചോദിച്ചു. ബാങ്ക് ഭരണസമിതിയിൽ തെറ്റായ നിലപാട് ഉണ്ടായിരുന്നുവെന്നത് സത്യമാണ്. അഴിമതി നടത്തിയവർക്കെതിരെ കർശന നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതി നടത്താൻ ആരെയും അനുവദിക്കില്ല. 382 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഞങ്ങളൊരു പൈസയും വാങ്ങില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. മാത്രമല്ല, ഇത് തെറ്റായ സമീപനമാണെന്ന് സുപ്രീം കോടതിയിൽ സഖാവ് സീതാറാം യെച്ചൂരി തന്നെ കേസ് കൊടുത്തു. ആ കേസിന്റെ വിധി വന്നു യെച്ചൂരി മരിക്കുന്നതിന് മുമ്പ് തന്നെ. ആ കേസിന്റെ വിധിയിൽ പറഞ്ഞത് ഇങ്ങനെ ഗൂഢമായ രീതിയിൽ ഒരു പണസ്വരൂപണം അംഗീകരിക്കാനാവുന്നതല്ല കോടതി. ആരോടെല്ലാം വാങ്ങി എന്നുള്ള കാര്യം പരസ്യമാക്കണം ഒന്നും കോടതി. അപ്പോഴാണ് ഓരോ ലിസ്റ്റ് നമുക്ക് കിട്ടിയത്. ഏതെല്ലാം കരിഞ്ചന്തക്കാരന്റെ, ഏതെല്ലാം കള്ളക്കടത്തുകാരന്റെ, ഏതെല്ലാം കോർപ്പറേറ്റിന്റെ കയ്യിൽ നിന്നാണ് ഈ പണം മുഴുവൻ വാങ്ങിയതെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്.